ഇതിപ്പോ നമ്മള് ഇത് വായിച്ചാൽ അതെങ്കിലും കേൾക്കുവോ? ഇനി എന്ന് നമ്മുടെ രാഷ്ട്രീയക്കാർ നന്നാവും. 1-ൽ നിന്ന് 2-ലേക്കും 2-ൽ നിന്ന് 3-ലേക്കും മാറി ചാഞ്ചാടി നിൽക്കുന്നു രാഷ്ട്രീയം എന്ന മഹാന്മാർ. അവർ നല്ലവണ്ണം നന്നാവുന്നുണ്ട്. അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ നിൽക്കുന്ന പാവം ജനങ്ങളും അവർ അറിയുന്നുണ്ട് ഈ കൊടുംചതികൾ. എന്നിട്ടും വോട്ട് തേടി വരുന്ന നേതാക്കന്മാരെ കാണുമ്പോൾ ജനം എല്ലാം മറന്നുപോകുന്നു. അത് മറവിയാണോ, മനോരോഗമാണോ, കണ്ണിൽ പൊടി പാറുകയാണോ, അതോ മാന്ത്രിക ശക്തിയോ എന്താണ് എന്ന് ഇപ്പോഴും മനുഷ്യന് പിടികിട്ടുന്നില്ല. ഇനി വേണ്ടത് ഒരു 4-ാം മുന്നണിയാണ്. ഇത് നന്നായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമ്മൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കാണിക്കാം. ദൃശ്യ കാര്യങ്ങളൊക്കെ കാണിച്ചു. അതെ, ഒരു പാട്ടും കൂടി ഉണ്ട്. നല്ല പാട്ട് വേണം അല്ലേ? അതെ. അപ്പൊ അതിനു മുമ്പ് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു കാലത്ത് ഇങ്ങനെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും, അല്ലെങ്കിൽ ഇതിപ്പോ ഒരാൾ തന്നിട്ടുള്ള സാധനങ്ങളായിരുന്നാലും അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചത് അതിങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരും. അപ്പൊ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വരുമ്പോഴായിരുന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരും. അപ്പോൾ നമ്മളത് വായിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത് എൻ്റെ അമ്മാമ്മ ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ ഓരോന്നും വെക്കും. ഇപ്പോൾ വീട്ടിലത്തെ ഓരോ സാധനങ്ങൾ നോക്കിയാലും നമ്മൾ അടുക്കളയിൽ നോക്കിയാൽ തന്നെ പഴയ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അന്നത്തെ കാലത്ത് ഇങ്ങനെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും സൂക്ഷിച്ച് പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവരോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക. അതായത് അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇതൊക്കെ നമ്മൾ ചോദിച്ചു വയ്ക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോയുടെ ഐഡിയ തന്നത് എൻ്റെ അമ്മയാണ്, അതായത് അമ്മാമ്മയുടെ മൂത്ത മകള് നിഷ. അപ്പൊ ആ മോളുടെ മോളാണ് ഇത്. മൂത്തത് ഒരു ആങ്ങളെ എന്റെ ചേട്ടൻ ബിടെക്കിന് പഠിക്കുന്നു. പാട്ട് പാടാം. ഇന്ദ്രനീലിമയോരം യോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്നൊരു ഹൃദയത്തിൽ കുന്തലാഗ്രഹത്തിൽ പൊന്മുളം തണ്ടുമൂടി നീരിപ്പോ. അതിൽ പൊരുൾ നിനക്കേതുമറിയില്ലല്ലോ, അതിൽ പൊരുൾ നിനക്കേതുമറിയില്ലല്ലോ. ഇന്ദ്രനീലിമയോലും ഈ മിഴിപ്പൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. സിനിമ കാണാൻ പോയപ്പോൾ ആ പുസ്തകം പഠിച്ചുകൊണ്ടിരുന്ന അത് മുഴുവനും വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കുറേ കാലങ്ങളായില്ലേ, കൊല്ലം കുറേ ഇല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് കല്യാണം കഴിഞ്ഞേക്കാൾ മുന്നാണ്. 46-ാമത്തെ കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട്. അതിക്ക് മുന്നേ എത്രയോ കൊല്ലം മുന്നേ അപ്പാവനെ കാണാണ്ട് കട്ട് മാറ്റിക്ക് പോണതാണ്. ഞാൻ തന്നെയല്ല, എനിക്ക് കൂട്ടിന് വേണ്ടി എളാമേരെ മോളും വിളിക്കുക, അച്ഛൻ്റെ മോളെയും വിളിക്കുക. അവിടെ നിന്ന് ഒരു കരുവത്തിൻ്റെ ഭാസ്കരൻ്റെ ഇത് കാർത്തേലേച്ച് ഒന്ന് വഴി കൂടെ. എളാമോട് ഒരു ദിവസം പറഞ്ഞു അമ്മേരെ എനിക്കുള്ളൂ. അപ്പം അത് ഒരു ദിവസം വന്ന് ഞങ്ങളുടെ കൂടെ ഇനി എന്നെ വിളിക്കരുത് ഈ വക പണിക്കെന്ന് പറഞ്ഞു. അപ്പം അപ്പൻ ഉച്ചക്കലത്തെ ഊണ് കഴിഞ്ഞ് എൻ്റെ അപ്പൻ മുന്നിലത്തെ ഇതുപോലത്തെ മുറിയിൽ ഉറങ്ങാൻ കിടന്ന ഒരു 12-1 മണിക്ക് ചോറൂണ് കഴിഞ്ഞ് കിടന്ന 4 മണിക്ക് എനിക്കുള്ളൂ. അപ്പോൾ തൊട്ട് മുന്നിലത്തെ നീ ചാടിക്ക് വന്നിട്ടില്ലല്ലോ, വന്നിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? നമ്മുടെ പണ്ടത്തെ വീട് അതൊക്കെ പൊളിച്ചു തുടങ്ങിയുള്ളൂ. പണ്ടത്തെ കുറേ കാലങ്ങൾക്ക് മുന്നേ ആദ്യം ഒരു ടെറസ് വീട് കൊണ്ടത് ഞങ്ങളുടെ വീട്ടിലാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അപ്പാപ്പൻ ഒരു 12 മണിക്ക് ചോറൂണ് കഴിഞ്ഞ് കിടന്ന ഒരു 4 മണിയാകുമ്പോൾ ഒരു 1 മണിയാകുമ്പോൾ 2 മണിയാകുമ്പോൾ ഏറ്റിട്ട് അപ്പുറത്തുള്ള പീടികയിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പോകും. അന്ന് പീടികയിൽ പോയി ചായ കുടിച്ചെങ്കിലല്ലേ അവർക്ക് ഇതുള്ളൂ. അത് കഴിഞ്ഞാൽ അപ്പാപ്പൻ ഏറ്റ് പോയി കഴിഞ്ഞാൽ 4 മണി 5 മണി ആയിട്ടാൽ പീടിക നമ്മുടെ വീട്ടിലേക്ക് വരുള്ളൂ. കാരണം ഇവിടെ വരെ ആവശ്യൻ്റെ പീടികയിൽ പോകണ പോലെയാണ് പീടിക മുന്നിൽ. ആ നേരം കൊണ്ട് 1 മണിയിൽ മാറ്റിനി പോയി കണ്ടുവരുന്നു. ഞാൻ തന്നെയല്ല, ഇതൊക്കെ ഇളാമേനെ കൂട്ടി വിളിച്ചാളാൻ പറയും ഇനി വിളിക്കരുത് തന്നെ, ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ നെല്ലി കൊല്ലും, നീ ആ നേരത്ത് ഓടി രക്ഷപ്പെടും എന്ന് പറയും. എന്നിട്ട് ഇവിടെ അമ്മാമ്മ പറയും എന്നാലും ഇവിടെ സമ്മതിക്കണട്ടോ. ഇവിടെ മേമ
കുഞ്ഞുമേമ ഒന്നും ഭയങ്കര പേടിയായി എന്നെ പോകാനായിട്ട്. ഈ കാര്യത്തിൽ ഒരു പേടിയില്ല. അപ്പൊ എന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴേ ഞങ്ങൾ സിനിമയ്ക്ക് പോവില്ലോ. 1 മണിക്ക് 1:30ക്കാണ് മാറ്റിനി. അപ്പോൾ 1 മണിക്ക് ഇവിടെ നിന്ന് ഓട്ടും. ഏത് 2-3 അഴി വഴി പോകണം. ഇരിഞ്ഞാലക്കുട കോന്നി തിയേറ്ററും പ്രഭാത് തിയേറ്ററും ഉണ്ട്. അപ്പോൾ ഏതിരിക്കാൻ നല്ല പടം എന്ന് വെച്ചാൽ 1 മണി ഇവിടുന്ന് 12:30 ഇവിടുന്ന് ഇറങ്ങിയാലാണ് 1:30 അവിടെ തുടങ്ങാൻ എത്തുള്ളൂ. ഓട്ടണം. അപ്പോൾ അപ്പൻ്റെ മേശയിൽ നിന്ന് 10 പൈസന്ന് ഒരു പാട്ട് പുസ്തകത്തിന്. അപ്പോൾ ആ സിനിമ കാണാനുള്ള കാശ് കൊടുക്കും, പാട്ട് പുസ്തകത്തിൻ്റെ കാശ് കൊടുക്കും. എന്നിട്ട് ആ പാട്ട് പുസ്തകം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സിനിമ കൊട്ടായിരം മുന്നിൽ പാട്ട് പുസ്തകം വിൽക്കാൻ നിൽക്കുക. ആ സിനിമയുടെ പാട്ട് പുസ്തകം ഇപ്പം ഒന്നും അതില്ല. എന്നിട്ട് അത് 10 പൈസ. അപ്പോൾ അവിടെ നിന്ന് വീട്ടിലേക്ക് നടന്നെത്തണം. 3 അഴി വഴി നടന്നെത്തുമ്പോൾ ആദ്യത്തെ പാട്ട് മുഴുവനും കാണാപ്പാടം പഠിക്കും. അപ്പനെനിക്കും വീട്ടിലെത്തും. ഒരു പ്രാവശ്യം അപ്പൻ ചോദിച്ചു, എലിക്കുട്ടി എന്തേലും ചോദിച്ചു. പശുവിനെ കെട്ടലും പശുവിനെ കറക്കലും പാലാക്കലും എനിക്കണേ. അപ്പോൾ ഉച്ചരിഞ്ഞപ്പോൾ അപ്പം അന്ന് ആരാ അത് പശുവിനെ കറന്നിരുന്ന അത് പശുവിനെ കറന്നിട്ട് ആരാണോ അമ്മ കറക്കാറില്ല ആണ്. അങ്ങനെ ആക്കുമ്പോൾ അന്ന് ആ പോണ സമയത്ത് പശു ഇല്ല, അതിനില്ല. എന്നിട്ട് ഒരു ദിവസം അപ്പം നേരത്തെ എന്തിനും ആവശ്യത്തിന് വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോൾ എലിക്കുട്ടി എന്തിനു വെച്ചാൽ അവളെ കുഞ്ഞേരിയോടിക്ക് പോയിട്ടുണ്ടായിരുന്നു. എളാമരോടിക്ക് പോയി എന്ന് പറഞ്ഞു. എളാമരോടിക്ക് പോയി എന്ന് പറഞ്ഞാൽ അമ്മേരെ അനിയത്തി എളാമ്മ മേരുമേരമ്മ. അവ ചെറുപ്പത്തിലെ എളാപ്പം മരിച്ചതാണ്. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിന്. കാരണം അത്രയും ചെറുപ്പത്തിലെ വിധവായിട്ട് നിന്നിട്ട് മക്കളെ നോക്കി നിന്ന് ഇതായതാണ്. അപ്പോൾ എളാമരോടിക്ക് പോയി എന്നാൽ ഏഴാമരോടിക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒന്ന് പറയും. ഞാൻ ഏഴാമരോടിക്ക് പോയി അവിടുന്ന് കരുവാമരോടിക്ക് പോയിട്ട് ആഴ്ചയിൽ മലയാള മനോരമ ആഴ്ച പതിപ്പുണ്ട്. അതിലൊരു കഥയുണ്ടാവും, ശ്രീജമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു കഥ വായിക്കാൻ അവരോടെ പോയി അത് മേടിക്കാനാണ് ഞാൻ ഓടണത്. ടി വി നമ്മള് മേടിച്ചത് അന്നത്തെ കാലത്ത് ടി വി ഇറങ്ങിയിട്ടുള്ളൂ. ഞാനൊക്കെ ഇതായിട്ട് കൊണ്ടത്. അപ്പൊ എൻ്റെ കൊച്ചേട്ടൻ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി കൊച്ചേട്ടൻ. അപ്പൊ ഇങ്ങനെ നമ്മള് പാട്ട് ഇപ്പൊ നമ്മള് റേഡിയോ വെച്ച് കേൾക്കില്ലേ. അപ്പൊ എൻ്റെ അമ്മ ചോദിക്കും, ദൈവമേ ഇങ്ങനെയല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഈ പാട്ട് വരണേ. അതന്നെ അതിശയായിട്ട് നമ്മളെ അമ്മാമ്മക്ക്. ഇതൊക്കെ അമ്മാമ്മ വലുതിനേക്കാളും തന്നെ നമ്മുടെ ഇതൊക്കെ വന്നിട്ടുണ്ട്, ടി വി ഒക്കെ വന്നിട്ടുണ്ട്.